അങ്ങനെ ആദാം എന്ത് ചെയ്തു? എഴുന്നേറ്റപ്പോ ആദാമിന് മനസ്സിലായി സംതിങ് ഈസ് മിസ്സിംഗ്, എന്നിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നുള്ള പലർക്കും ആ ബോധമില്ലാത്തത് കൊണ്ടാണ്, തന്റെ ശരീരത്തിൽ നിന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇന്നും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ജീവിതചര്യയിലൂടെ പോകുന്നത്. ചിലതിൻ്റെയൊക്കെ ലിവറൊക്കെ ദ്രവിച്ചു പോയി, എന്നിട്ടും അറിയുന്നില്ല. അതും തടയാനുള്ള യാതൊരു പ്രതിവിധിയും ചെയ്യുന്നില്ല. അങ്ങനെ ആദാം എഴുന്നേറ്റു, നോക്കിയപ്പോ എന്തോ മിസ്സിംഗ്. ചുറ്റും നോക്കിയപ്പോ അങ്ങനെ ഇതാ നിൽക്കുന്നു ഇതുവരെ കാണാത്തൊരു രൂപം. തന്റെ ശരീരത്തിൽ നിന്നും എന്ത് നഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായ അറിവുണ്ടായിരുന്ന ആദാമിന് മനസ്സിലായി, ഇതാകുന്നു എന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഉടനെ നോക്കി പറഞ്ഞു, ഇതാ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. അവനിങ്ങനെ ഓടിച്ചെന്നു അവനെ ഭാര്യയായി കൈക്കൊണ്ടു. ഇന്ന് പല പുരുഷന്മാർക്കും തങ്ങളുടെ ശരീരത്തിൽ നിന്നും എന്തെടുത്താണ് ആരെ ഉണ്ടാക്കിയതെന്ന് പൂർണ്ണമായ ഒരു അറിവില്ലാത്തതിനാൽ ഏത് രൂപത്തെ കണ്ടാലും വിചാരിക്കും അതെന്റെ ശരീരത്തിൽ നിന്ന് പോയ എല്ലാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. അങ്ങനെ ആദാമിന് മനസ്സിലായി, തന്റെ ഭാര്യ അവളെ അവൻ കൈക്കൊണ്ടു. അവൻ ആദ്യത്തെ വിവാഹം സർവശക്തനായ ദൈവം അവിടെ വെച്ച് നടത്തുവാനായിട്ടിടയായി തീർന്നു. എന്തിന് വിവാഹ ജീവിതം എന്ന് നോക്കുമ്പോ തിരുവചനം എങ്ങനെ പറയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒന്ന് മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നല്ല. കാരണം തിരുവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവാഹം അവർ ഏകനായിരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നല്ല, ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന സർവശക്തനായ ദൈവം മനുഷ്യൻ ഒറ്റയ്ക്ക് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായ ഒരു തുണയെ കൊടുത്തു. ദൈവം തരുന്ന തക്കതായ പല തുണകളും, ദൈവം തരുന്ന തക്കതായ പല സ്ഥാനങ്ങളും കാലം കഴിയുമ്പോൾ അതങ്ങനെയല്ല എന്ന് തോന്നുമാറുള്ള പ്രവർത്തികൾ അവിടെയൊക്കെ കാണാറുണ്ട്. എന്നാൽ ഇതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ദൈവം തരുന്നതിനെ എന്തിനു വേണ്ടി തന്നു എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അതെന്നും തക്ക തുണയായിരിക്കും. അങ്ങനെ ആദാമിന് ദൈവം തക്ക തുണയെ കൊടുത്തു. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനം തന്നെ നോക്കിയ പരീശന്മാരുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, വിവാഹത്തിൽ സ്ത്രീ പുരുഷൻ യോജിക്കപ്പെടുന്നത് അത് മനുഷ്യന്റെ കരങ്ങളാലല്ല, പിന്നെയോ സർവശക്തരായ ദൈവത്താൽ അത്രേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപെടുത്തരുത്. വിവാഹത്തിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു വിവാഹം ഒരു പക്ഷേ സുപരിചിതമല്ലായിരിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹാളിൽ വെച്ച് വിവാഹം നടത്തുന്നു? ഇവർക്ക് പള്ളിയില്ലേ, പട്ടക്കാരനില്ലേ, അതുമല്ലെങ്കിൽ വിവാഹം നടത്തേണ്ടതായുള്ള പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളില്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ തിരുവചനത്തിൽ വിവാഹം നടത്തുവാൻ പ്രത്യേകമായ സ്ഥലമൊന്നും കൽപ്പിച്ചു വെച്ചിട്ടില്ല. ആദ്യത്തെ വിവാഹം ഒരു പൂന്തോട്ടത്തിൽ വെച്ച് നടന്നുവെങ്കിൽ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ